everyone, I'm Kirtana from MCA, Department of Information Technology, Kannur University. Today I will be presenting an important topic in mathematics. The topic is vector space and subspace. So, ആദ്യം നമുക്ക് definition of vector space നോക്കാം. A vector space is also called a linear space is a set of objects called vectors. അതായത് വെക്ടേഴ്സിന്റെ ഒരു സെറ്റിനെയാണ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. A non-empty set V with two operations, vector addition and scalar multiplication, is a vector space over a field F if it satisfies the following axioms. ഇതൊരു വെക്ടർ സ്പേസ് ആവണമെങ്കിൽ കുറച്ച് ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ വെക്ടർ അഡീഷനും സ്കലാർ മൾട്ടിപ്ലിക്കേഷനും കുറച്ച് ആക്സിയംസ് ഉണ്ട്, അത് പറയാം. So in the case of vector addition, the first property is closure property or closure under addition. Which means addition എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഈ സെറ്റിൽ ക്ലോസ്ഡ് ആയിരിക്കണം. If xy belongs to V, x plus y is also belongs to V. അതായത് എക്സും വൈയും V എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണെങ്കിൽ x plus yയും അതിലെ എലമെന്റ്സ് ആയിരിക്കണം. And the next one is associative property. അതായത് അസോസിയേറ്റീവ് ആയിരിക്കണം. x plus y plus z is equal to x plus y plus z. അതായത് x plus y പ്ലസ് സെഡിന് ഈക്വൽ ആയിരിക്കണം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ആ ബ്രാക്കറ്റ് മാറ്റി എഴുതാൻ പറ്റണം. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, അതായത് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് അഡീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡന്റിറ്റി എലമെന്റ് ആ സെറ്റിൽ ഉണ്ടാവണം. അതായത് എക്സിന്റെ കൂടെ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ എക്സ് തന്നെ കിട്ടണം. അപ്പം ആ ആഡ് ചെയ്യുന്ന എലമെന്റിനെയാണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 0 ആണ് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ 0 വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, അതായത് എക്സിന്റെ കൂടെ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ആയിട്ടുള്ള 0 കിട്ടണം. അപ്പൊ ആ ആഡ് ചെയ്യുന്ന എലമെന്റിനെയാണ് അഡിക്റ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എക്സിന്റെ കൂടെ നമുക്ക് -x ആഡ് ചെയ്താലാണ് 0 കിട്ടുക. അപ്പോൾ -x ഫോർ എവറി എക്സ് ഈ സെറ്റിൽ എക്സിസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ദെൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി x plus y is equal to y plus x ആയിരിക്കണം. അപ്പോൾ വെക്ടർ അഡീഷന്റെ കേസിൽ ഇത്രയും ആക്സിയംസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് പറയാം. അപ്പൊ സ്കെലാർ എന്ന് വെച്ചാൽ കോൺസ്റ്റൻസ് ആണ്. നമുക്കിതിൽ കുറച്ച് സ്കെലാർസ് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വെക്ടർ സ്പേസിന്റെ കൂടെ പറയുന്ന ഫീൽഡിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി ഓർ ക്ലോഷർ അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതും ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഈ സെറ്റിൽ ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഫീൽഡിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് സെലക്ട് ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് ഇൻടു എ വെക്ടർ ബിലോങ്സ് ടു വി ആയിരിക്കണം. So here a is a constant and x is a vector. So a into x belongs to v. അപ്പോൾ ആ കോൺസ്റ്റന്റ് ഇൻറ്റു വെക്ടർ എന്ന് പറയുന്നത് v എന്ന സബ്സ്പേസിൽ ഉണ്ടാവണം. Then distribution of elements to scalars, അതായത് a into x plus y is equal to a into x plus a into y ആയിരിക്കണം. For every x y belongs to v and a belongs to f. Then associativity of scalar multiplication, നമ്മൾ എയും ബിയും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി ഡോട്ട് എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ഡോട്ട് എക്സ് ആയിരിക്കും. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു വി ആൻഡ് എ ബി ബിലോങ്സ് ടു എഫ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കെലാർ ടു എലമെന്റ്സ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ്. അതായത് നമുക്ക് എക്സിനെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. Then the last property is existence of multiplicative identity. For every x belongs to V, there should exist a 1 belongs to F such that 1 into x is equal to x. അഡീഷനിൽ നമ്മൾ അഡിക്റ്റീവ് ഇൻവേഴ്സ് പറയുന്നത് പോലെ നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ 1നെ യൂണിറ്റ് എലമെന്റ് എന്ന് പറയും. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് എലമെന്റ് നമ്മുടെ V എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവണം. അപ്പോൾ 1 into x എന്ന് പറയുന്നത് എപ്പോഴും x തന്നെ ആയിരിക്കും. അപ്പോ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് വിത്ത് 2 ഓപ്പറേഷൻസ് വെക്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനെയാണ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. Then examples of vector space. First one is R. R is the set of all real numbers. Then R raised to 2, it is a set of all ordered pairs. The vectors in this space have the form V is equal to V1, V2. Then R raised to n, it is a set of all n tuples. The vectors in this space are of the form V is equal to V1, V2, etc. Vn. Then the vector space of all 2x3 matrices. Here is a question. Show that the set of all 2x3 matrices with the operation of matrix addition and scalar multiplication is a vector space.
If A and B are 2 by 3 matrices and C is a scalar, then A plus B and CA are also 2 by 3 matrices. The set is therefore closed under matrix addition and scalar multiplication. The vector in this space have the form given below. അതായത് എയും ബിയും രണ്ട് 2 by 3 മെട്രിസസ് ആണെങ്കിൽ അത് ആഡ് ചെയ്താലും നമുക്ക് 2 by 3 മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. അതുമല്ല ഒരു കോൺസ്റ്റന്റ് നമ്മളൊരു 2 by 3 മെട്രിസസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 2 by 3 മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. Then the vector space of all polynomials of degree 2 or less. Let P2 be the set of all polynomials of the form P of x is equal to a0 plus a1x plus a2x raised to 2, where a0, a1 and a2 are real numbers. The sum of two polynomials P of x is equal to a0 plus a1x plus a2x raised to 2 and Q of x is equal to b0 plus b1x plus b2x raised to 2 is defined in the usual way. P of x plus Q of x is equal to a0 plus b0 plus a1 plus b1x plus a2 plus b2x square. So if we add two polynomials of degree 2 or less, we can get another polynomial with degree 2 or less. The degree will go down but never go up. അതായത് നമ്മൾ ഡിഗ്രി 2ലുള്ള പോളിനോമിയൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് സെയിം ഡിഗ്രിയിലുള്ള പോളിനോമിയൽ തന്നെയായിരിക്കും കിട്ടുക, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഡിഗ്രിയിലുള്ള പോളിനോമിയൽ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ the scalar multiple of p of x by the scalar c is defined by c into p of x is equal to c a0 plus c a1x plus c a2x square. If we multiply a polynomial by a real number and get another polynomial of the same degree unless we multiply by 0. അതായത് നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് ഒരു പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ സെയിം ഡിഗ്രിയിലുള്ള പോളിനോമിയൽ തന്നെയായിരിക്കും കിട്ടുക. Then the vector space of continuous function. F of x and g of x are continuous, then f of x plus g of x is also continuous. If we add two continuous function, we get another continuous function. അതായത് നമ്മൾ two continuous functions ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് continuous function തന്നെയായിരിക്കും കിട്ടുക. f of x is continuous, then c into f of x is also continuous. അതായത് f of x പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതും കണ്ടിന്യൂസ് ആയിരിക്കും. Then sets that are not vector space. The first one is the set of integer is not a vector space. The set of all integer with the standard operations does not form a vector space because it is not closed under scalar multiplication. For example, 1 by 2 into 1 is equal to 1 by 2. Here 1 by 2 എന്ന് പറയുന്നത് സ്കെലാർ ആണ്, 1 is an integer, then the output will become non-integer. The second one is the set of second degree polynomials is not a vector space. The set of all second degree polynomials is not a vector space because it is not closed under addition. To see this, consider the second degree polynomials p of x is equal to x square and q of x is equal to 1 plus x minus x square, whose sum is the first degree polynomial p of x plus q of x is equal to 1 plus x. So here are some exercises. The first one is describing the additive identity. So in exercise 1 to 6, describing the zero vector of the vector space. First one എന്ന് പറയുന്നത് r raised to 4 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു the vectors in the space r raised to 2 is v is equal to v1 and v2. അതായത് r raised to 2ൽ v is equal to v1 and v2 ആണുള്ളത്. അപ്പോൾ r raised to 4ൽ എന്ന് പറയുമ്പോൾ v is equal to v1, v2, v3 and v4 ആയിരിക്കും. അപ്പോൾ ഇവിടെ zero vectors എന്ന് പറയുമ്പോൾ 0, 0, 0, 0 ആയിരിക്കും. Then the second one is c of minus 1, 0, set of continuous function on minus 1, 0. So zero vectors എന്ന് പറയുന്നത് f of x is equal to 0 for all x belongs to minus 1, 0. Then the third one is m43. അപ്പം m43 എന്ന് പറയുമ്പോൾ അതൊരു 4 by 3 matrices ആയിരിക്കും. അപ്പോൾ അതിന്റെ zero vector എന്ന് പറയുമ്പോൾ അതിലത്തെ elements ഒക്കെ 0 ആയിരിക്കും. The next one is m51. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതൊരു 5 by 1 matrix ആയിരിക്കും. അതായത് 5 റോസും 1 കോളും ഉള്ള ഒരു മെട്രിക്സ്. അപ്പോൾ അതിന് സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ അതിലെ എലമെന്റ്സ് ഒക്കെ 0 ആയിരിക്കും. Then the fifth one is p3. The polynomials of degree less than or is equal to 3. Then zero vector പറയുമ്പോൾ 0 ആയിരിക്കും the zero polynomial. Then m22 പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രിക്സ് പോലെ തന്നെയാണ്, അതിന്റെ എലമെന്റ്സ് 0 ആയിട്ട് വരും. Then the exercises 7 to 12 describing the additive inverse of the vector in the vector space. അപ്പോൾ 7th one പറയുമ്പോൾ r raised to 3 ആണ്. If v is equal to xyz ആണെങ്കിൽ
additive inverse പറയുന്നത് minus v is equal to minus x minus y minus z ആയിരിക്കും. Then the eighth one is c of minus infinity to infinity all real valued continuous function on minus infinity to infinity if f of x ആണെങ്കിൽ additive inverse എന്ന് പറയുന്നത് minus f of x ആയിരിക്കും. Then M23 എന്ന് പറയുമ്പോൾ 2/3 matrix ആയിരിക്കും. അപ്പം A is equal to ABC DEF ആണെങ്കിൽ അതിന്റെ additive inverse എന്ന് പറയുന്നത് minus A ആയിരിക്കും. minus A minus B minus C and minus D minus E minus F. Then the 10th one is M14. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതൊരു 1/4 റോ മെട്രിക്സ് ആയിരിക്കും. ഇഫ് V is equal to ABCD ആണെങ്കിൽ അതിന്റെ additive inverse എന്ന് പറയുന്നത് minus V ആയിരിക്കും. Then polynomials of degree less than or equal to 4 if P of x ആണെങ്കിൽ അതിന്റെ additive inverse എന്ന് പറയുന്നത് minus P of x ആയിരിക്കും. Then the next topic is subspace. Let V be a vector space over the field F. A non-empty subset W of V is said to be a subspace of V. If W itself is a vector space over F with two operations of vector addition and scalar multiplication on V. In simply, we can see that a non-empty subset W of a vector space V is a subspace of V when W is a vector space under the operation of addition and scalar multiplication defined in V. അതായത് V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് W എന്ന് പറയുന്നത് V യുടെ സബ്സ്പേസ് ആയിരിക്കും when W is a vector space under the operation of addition and scalar multiplication defined in V. W എന്ന് പറയുന്ന സബ്സെറ്റ് V നെ പോലെ തന്നെ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ അതിനെ ഒരു സബ്സ്പേസ് എന്ന് പറയാൻ പറ്റൂ. The set consisting of only zero vector is also a subspace of V and is called the zero subspace of V and is written as set 0, which is the smallest subspace of V. And for any vector space V, V is the subspace of V and it is the largest subspace of V. Then a subset W of V is said to be a subspace of V if it satisfies the following properties. First one is x plus y belongs to W, then xy belongs to W. അതായത് നമ്മൾ വെക്ടർ അഡീഷന്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞതാണ് ഇവിടെ ഉള്ളത്. xy belongs to W ആണെങ്കിൽ x plus y belongs to W ആയിരിക്കണം. Then cx belongs to W, then x belongs to W and c belongs to F. The same as the closure property in scalar multiplication, c into x belongs to W ആണെങ്കിൽ x belongs to W ആയിരിക്കണം and c belongs to F ആയിരിക്കണം. Then examples of subspace. First one is a subspace of M22. For any positive integer n, the set of symmetric matrices of order n is a subspace of the vector space Mnn with the standard operations. Then the second one is the set of singular matrices is not a subspace of Mnn. If A is equal to 1 0 0 0 and B is equal to 0 0 0 1, then A and B are both singular, but their sum A plus B is equal to 1 0 0 1 is non-singular. Then the third one is the intersection of two subspaces is a subspace. If U and W are both subspaces of a vector space V, then the intersection of U and W is also a subspace of V. അതായത് U and W എന്ന് പറയുന്നത് V എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിലെ സബ്സ്പേസസ് ആണെങ്കിൽ the intersection of U and W എന്ന് പറയുന്നതും V യിലെ സബ്സ്പേസ് ആയിരിക്കും. Then the fourth one is determining subspaces of R2. If W is a subset of R raised to 2, then it is a subspace if and only if it has one of the form listed below. First one is W consists of the single point 0 0. Then W consists of all points on a line that passes through the origin. Then W consists of all of R raised to 2. So here are some exercises to refer. Thank you for listening.